ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഒരു ഫാമിലി പടം വെച്ച് 50 കോടിയിലധികം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പിന്നിട്ട് കഴിഞ്ഞ ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ തുടരും. ഈ വീഡിയോയിലൂടെ കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ 50 കോടിയിലധികം കളക്ഷൻ പിന്നിട്ട സിനിമകളെ കുറിച്ചും അതോടൊപ്പം തന്നെ ലാലേട്ടൻ സിനിമകളെ കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിന് ആദ്യമായിട്ട് 50 കോടിയിലധികം കളക്ഷൻ കാണിച്ചു വന്നതും ലാലേട്ടൻ തന്നെയാണല്ലോ. അത് പുലിമുരുകൻ എന്ന സിനിമയിലൂടെയായിരുന്നു. 2016 ആ പുലിമുരുകൻ മുതൽ തുടരും വരെ 15 സിനിമകളാണ് കേരള ബോക്സ് ഓഫീസിൽ എല്ലാ ഭാഷകളിൽ നിന്നുള്ള സിനിമകളിൽ 50 കോടി കളക്ഷൻ പിന്നിട്ടിരിക്കുന്നത്. ആ 15 സിനിമകളിലേക്കും വരികയാണെങ്കിൽ ആദ്യത്തേത് പുലിമുരുകൻ, രണ്ടാമത്തേത് ബാഹുബലി 2, മൂന്നാമത്തേത് ലൂസിഫർ, നാലാമത്തേത് KGF ചാപ്റ്റർ 2, അഞ്ചാമത്തേത് 2018, ആറാമത്തേത് ജയിലർ, ഏഴാമത്തേത് RDX, എട്ടാമത്തേത് ലിയോ, ഒമ്പതാമത്തേത് പ്രേമലു, പത്താമത്തേത് മഞ്ഞുമൽ ബോയ്സ്, 11 ആടുജീവിതം, 12 ആവേശം, 13ആമത്തേത് ARM, 14ആമത്തേത് എമ്പുരാൻ, ഇപ്പോഴത്തെ 15ആമത്തേത് തുടരും. അങ്ങനെ 15 സിനിമകൾ കേരള ബോക്സ് ഓഫീസിൽ 50 കോടി കളക്ഷൻ പിന്നിടുമ്പോൾ ആദ്യമായിട്ട് 50 കോടി കളക്ഷൻ കേരള ബോക്സ് ഓഫീസിന് കാണിച്ചു വന്ന ലാലേട്ടൻ സിനിമകൾ തന്നെയാണ് ഈ ലിസ്റ്റിൽ കൂടുതലുള്ളത്. ലാലേട്ടന്റെ പുലിമുരുകൻ, ലൂസിഫർ, ജയിലർ, ഒപ്പം തന്നെ തുടരും, എമ്പുരാൻ എന്നീ സിനിമകളാണ് കേരള ബോക്സ് ഓഫീസിൽ 50 കോടി കളക്ഷൻ കടന്നിരിക്കുന്നത്. ഇതിൽ ജയിലർ എന്ന സിനിമയിൽ ഇത് ഗസ്റ്റ് റോൾ അതല്ലെങ്കിൽ കമിയ റോളല്ലേ, രജനി സിനിമയല്ലേ, അതുകൊണ്ട് തന്നെ രജനിക്കല്ലേ ക്രെഡിറ്റ് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേർ വരാനുള്ള സാധ്യതയുണ്ട്. മുമ്പും ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. ലാലേട്ടൻ കാരണമാണ് കേരള ബോക്സ് ഓഫീസിൽ ജയിലർ 50 കോടി കളക്ഷൻ കടന്നത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും തന്നെയില്ല. നിലവിൽ ലാലേട്ടൻ ഭാഗമല്ല എന്ന് നമുക്ക് റിപ്പോർട്ടുകളുള്ള ജയിലർ 2 എന്ന സിനിമയുടെ കേരള കളക്ഷൻ കാണുമ്പോൾ അത് കൂടുതൽ പ്രേക്ഷകർക്ക് ബോധ്യമായിക്കൊള്ളും. എന്തായാലും ലാലേട്ടൻ്റെ ഒരു ബോക്സ് ഓഫീസ് പവർ കേരള ബോക്സ് ഓഫീസ് പവറാണ് നാം വീണ്ടും കാണുന്നത്. കേരളത്തിൽ 50 കോടിയില്ലാത്ത പ്രമുഖ നടന്മാർക്ക് എത്രയും വേഗം ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.